അപ്പോൾ സൂഫികൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ് സൂഫിസം? സൂഫിസം എന്ന് പറയുന്നത് സ്നേഹമാണ്. സൂഫിസം ജനങ്ങളിലേക്ക് സ്നേഹദ്വാരകൾ എത്തിക്കുക, മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് സൂഫിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭദ്രത, അതുപോലെ തന്നെ എന്താണ് ഭാരതത്തിൻ്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മുസ്ലിം മാത്രമല്ല സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ്. മതവിശ്വാസമല്ല സൂഫിസം പഠിപ്പിക്കുന്നത്, ദൈവവിശ്വാസമാണ്. ദൈവവിശ്വാസി ഒരിക്കലും മതാന്ധനാവുകയില്ല, തീവ്രവാദിയാവുകയില്ല, ഭീകരവാദിയാവുകയില്ല, വിഘടനവാദിയാവുകയില്ല, രാജ്യദ്രോഹിയാവുകയില്ല, ആയുധമേന്തുന്നവനാവുകയില്ല. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് സൂഫിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളെയും നമുക്ക് സ്വർഗത്തിലേക്കും ഒരാളെയും നമുക്ക് നരകത്തിലേക്കും റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് യാഥാർത്ഥ്യം. സൂഫി ഒരു വ്യക്തിയുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയില്ല, നിങ്ങൾ സ്വർഗത്തില, ഞങ്ങൾ നരകത്തില, അല്ലെങ്കിൽ ഞങ്ങൾ സ്വർഗത്തില, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ. ആ ഒരു ശാഠ്യം സൂഫിക്കൊരിക്കലുമില്ല. അങ്ങനെയല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് ഖുർആൻ വചനമുണ്ട്. തീർച്ചയായിട്ടും ഇന്നദ്ദീന, തീർച്ചയായും മതം എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, ഭാഷാർത്ഥമാണ്. യഥാർത്ഥത്തിൽ അവിടെ ദീൻ എന്നുള്ളതിന് ഈ ഭാഷാർത്ഥത്തിനപ്പുറമുള്ള ഒരു അർത്ഥമുണ്ട്. അത് സാറെന്ന ഈ വ്യക്തിത്വമാണ്. ഈ വ്യക്തിത്വത്തിന് ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടത് അൽ ഇസ്ലാം, കീഴ്വണക്കമാണ്, അനുസരണമാണ്. സാറിലുള്ള ദൈവത്തെ അല്ലാതെ ആകാശത്തിലുള്ള ഒരു ദൈവത്തിനെ ആരാധിക്കാൻ സാറിന് കഴിയില്ല. അതെ, ഞാൻ തന്നെയാണ് ദൈവം. അതാണ് തത്വമസി എന്ന് പറയുന്ന പോലെ. അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ്. ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് പിൽക്കാലത്ത് മതവൽക്കരണം നടത്തിയത്. മതസംഘടനകൾ ഉണ്ടായിട്ട് കേവലം 120 വർഷങ്ങളെ ആയിട്ടുള്ളൂ. സൂഫി പ്രസ്ഥാനം മുഹമ്മദ് നബിയുടെ കാലത്ത് മദീന പള്ളിയിൽ തുടങ്ങിയതാണ്. ബീരാൻ ഔലിയ സൂഫിയായിരുന്നു, മതവാദിയായിരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ എല്ലാവരും വരും. പക്ഷെ മതത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തെ മതത്തിന്റെ വ്യക്തിയാക്കി മാറ്റുന്നു. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഗവൺമെന്റിന്റെ കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭാരതത്തിന്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുഹമ്മദ് നബിയുടെ ഗ്രന്ഥം അറബിയായിരുന്നു, ഖുർആനായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സൂഫി ഇസ്ലാമിക് എന്ന് വിശുദ്ധ പ്രവാചകനോട് ചേർത്തുകൊണ്ട് ആ ഇസ്ലാമിക് അതിൽ കൊടുത്തിരിക്കുന്നത്. സൂഫി എന്നുള്ളതും ഇസ്ലാമിക് എന്നുള്ളതും ഒരിക്കലും മതമല്ല, മറിച്ച് ഇസ്ലാം എന്നാൽ യഥാർത്ഥ അർത്ഥം അനുസരണമുള്ളവൻ, കീഴ്വണങ്ങുന്നവൻ, വിധേയനാകുന്നവൻ, അത് സർവശക്തനാണ്. അല്ല, ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ വിഭാഗത്തിൽ നൃത്തം എന്നുള്ളത് അനുവദനീയമാണ്, സംഗീതം അനുവദനീയമാണ്. ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല. സൂഫിക്ക് എല്ലാം നിയന്ത്രണ വിധേയവുമാണ്. അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ്. അത് വിവിധങ്ങളായ നിരവധി, ഇപ്പം സൂഫികളിൽ തന്നെ സാധുക്കളായ ഫക്കീർമാരെന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ട്, മലാങ്കുകൾ എന്ന സന്യാസിമാരുണ്ട്, ദർവേശുമാരുണ്ട്, പീർമാരുണ്ട്, അതിനു മുകളിൽ നിലകൊള്ളുന്ന ഖലീഫമാരുണ്ട്. ഇങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ഭാരതീയ സനാതനധർമ്മത്തിലെ സന്യാസ പരമ്പര പോലെ തന്നെ സൂഫി പരമ്പരയുണ്ട്. ആ സൂഫി പരമ്പരയിലെ എണ്ണപ്പെട്ട മഹാത്മാക്കളിൽ ഒരാളാണ് അജ്മീർ ഖാജ, അതേപോലെ കബീർദാസ്, സിഖ് മത സ്ഥാപകനായ ശ്രീ ഗുരുനാനാക്കിനെ പോലെയുള്ളവർ സൂഫിസത്തിൽ ആകൃഷ്ടരായവരാണ്. അതൊക്കെ ഭാരതീയ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്രിമിനൽ സംവിധാനത്തിലുള്ള ഒരാൾക്ക് പോലും ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്.